പവിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വേദ ദീപ്തിയോട് ചോദിച്ചു, ജീവിതത്തിൽ അവൻ എന്നോട് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിക്രമിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് മുഴുവൻ വിക്രം കേട്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു സത്യമുണ്ടെന്ന് വിശ്വസിക്കേണ്ടി വരില്ലേ? അങ്ങനെയുള്ള ഒരാൾക്ക് വരുണിനെതിരെ അങ്ങനെ ചെയ്യാൻ കഴിയുമോ? ആ കാര്യം പറയുമ്പോൾ വിക്രം ശരിക്കും വിറയ്ക്കുകയായിരുന്നു. നിനക്കിനിയും വിക്രത്തെ സംശയിക്കാം, വിക്രമാണ് ആ കൊലയുടെ പിന്നിലെന്ന് വിശ്വസിക്കാം, പക്ഷേ അതങ്ങനെയല്ലെന്ന് എനിക്കുറച്ച വിശ്വാസമുണ്ട്, വേദ പറഞ്ഞു. ചേച്ചിയുടെ ഭർത്താവിനെ വെള്ള പൂശിയെടുക്കേണ്ടത് ചേച്ചിയുടെ കൂടെ ആവശ്യമാണല്ലോ? ദീപ്തി ചോദിച്ചു. ഒരിക്കലുമല്ല ദീപ്തി, നീ കാണുന്നത് പോലെയല്ല യാഥാർത്ഥ്യങ്ങൾ. എല്ലാം എനിക്ക് നിന്നോട് പറയാനാകില്ല, അതുകൊണ്ടാ, വേദ പറഞ്ഞു. വേദേച്ചി വിക്രമേട്ടനല്ല പ്രതിയെന്ന് പറയുന്നത് പോലെ തന്നെ വിക്രമേട്ടനാണിത് ചെയ്തതെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളുമുണ്ട്. ആ വാദം തെറ്റാണെന്ന് എനിക്ക് കൂടി തോന്നണ്ടേ ചേച്ചി? വിക്രമേട്ടൻ അത് ചെയ്തുവെന്ന് പുറത്തൊരാളല്ല പറഞ്ഞത്, അവരുടെ പാർട്ടിയിൽ തന്നെയുള്ള, അതും ശ്രീനിവാസന്റെ പേഴ്സണൽ സെക്രട്ടറി പോലെ കൂടെ നടക്കുന്നയാളാ. ശ്രീയേട്ടൻ അച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടതാ. സ്വന്തമാണെന്ന് തോന്നുന്ന ചിലരെ രക്ഷിക്കാൻ കൂടെപ്പിറപ്പുകളെ പോലും തള്ളി പറയുന്ന മറ്റു ചിലരുടെ കൂടി ലോകമാണിത് വേദേച്ചി. ഇത്രയും പറഞ്ഞതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. വിക്രമേട്ടൻ ഇപ്പോൾ എവിടെയുണ്ടെന്ന് വേദേച്ചിക്കറിയാം. നിങ്ങൾ തമ്മിൽ ഫ്രീക്വന്റ് ആയിട്ട് കോണ്ടാക്റ്റുമുണ്ട്, ദീപ്തി പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട്. വിക്രമിന്റെ ഭാര്യ എന്ന നിലയിൽ മാത്രമല്ല, വിക്രമിന് വേണ്ടി കോടതിയിൽ ഹാജരാക്കാൻ പോകുന്ന വക്കീൽ എന്ന നിലയിലും. ആരൊക്കെ വിക്രത്തിനെതിരെ വന്നാലും ആ നിരപരാധിത്വം ഞാൻ തെളിയിച്ചിരിക്കും. വ്യക്തിപരമായ ഒരു നഷ്ടത്തിന്റെ സങ്കടത്തിലാണ് നീ. അതുകൊണ്ട് തന്നെ നിന്നെ തെറ്റിദ്ധരിപ്പിക്കാനും പറഞ്ഞു ബോധ്യപ്പെടുത്താനും എളുപ്പമാണ്. അവസാനം സത്യത്തിനല്ലേ ജയിക്കാനാവൂ? നമുക്ക് നോക്കാം, വേദ പറഞ്ഞു. ഇതുകൊണ്ടൊന്നും വിക്രമേട്ടനല്ല ഇത് ചെയ്തതെന്ന് എന്നെ വിശ്വസിപ്പിക്കാനാവില്ല വേദേച്ചി, ദീപ്തി പറഞ്ഞു. പണി കഴിഞ്ഞു വന്ന വിശ്വത്തിനോട് ശ്രീജ ചോദിച്ചു, രാവിലെ പോയതല്ലേ, എവിടെയായിരുന്നു ഇത്ര നേരം? അയാൾ വന്ന് വീണ്ടും പ്രശ്നമാക്കിയല്ലേ? ഞാൻ ശ്രീനിസാറിന്റെ വീട്ടിൽ തന്നെയായിരുന്നു. എന്തെങ്കിലും വിവരം എവിടെ നിന്നെങ്കിലും കിട്ടുമെന്ന് കരുതി കാത്തിരുന്നതാ, വിശ്വം പറഞ്ഞു. കമല ചോദിച്ചു, എന്തായി മോനെ, എന്തെങ്കിലും വിവരം? ഇല്ല, വിശ്വം പറഞ്ഞു. വിക്രം എവിടെയാണെന്നതിനെപ്പറ്റി ശ്രീനിസാറിന് ഒരു വിവരമില്ലെന്നാണോ? വിനായകൻ ചോദിച്ചു. അതെ, ശ്രീനിസാറിന് മാത്രമല്ല അവന്റെ കൂട്ടുകാർക്കും ഒരു വിവരവുമില്ല. അവൻ ആദ്യം വിളിച്ചിരുന്നത് തെക്കുമാറി കടപ്പുറത്തിനടുത്തുള്ളൊരു ഷെഡിലായിരുന്നു. അവിടെ നിന്ന് ശ്രീനിവാസന്റെ പരിചയത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റാനായിരുന്നു അവരുടെ പദ്ധതി. പക്ഷേ അതിനു മുൻപ് ആ രാത്രി തന്നെ വാസവൻ അവിടെ എത്തിയിട്ടുണ്ട്, വിശ്വം പറഞ്ഞു. എന്നിട്ട് വാസവൻ വിക്രമിനെ കണ്ടോ? മാഷി ചോദിച്ചു. അറിയില്ലച്ചാ, രാജുവേട്ടനും ജോസഫും വാസവൻ അങ്ങോട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. അവര് പിന്നാലെ ചെന്ന് നോക്കുമ്പോൾ വിക്രം അവിടെയില്ല, വിശ്വം പറഞ്ഞു. വിക്രം വാസവന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഇവിടെ വന്നിങ്ങനെ കുഴപ്പമുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? നന്ദിനി ചോദിച്ചു. ഇത് കേട്ട് വിശ്വം ചോദിച്ചു, അത് അയാളുടെ ഒരു നാടകമാണെങ്കിലോ? ഏയ്, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. വാസവന്റെ കയ്യിൽ പെടാതെ വിക്രത്തെ സൂക്ഷിച്ചിരിക്കുന്നത് ശ്രീനിവാസനാ. അതയാൾ തൽക്കാലം വെളിപ്പെടുത്താതിരിക്കാനേ തരമുള്ളൂ, മാഷ് പറഞ്ഞു. ഉറപ്പാണോ മാഷേ? അവനെ അയാള് സേഫായിട്ട് വെച്ചിട്ടുണ്ടാകുമെന്നാണോ? കമല ചോദിച്ചു. ഒറ്റയ്ക്ക് ജീവിതം തുടങ്ങിയപ്പോൾ മുതല് അവൻ അയാളുടെ കൂടെയല്ലേ, ഉറപ്പായും അയാൾ അവനെ സംരക്ഷിക്കാതിരിക്കുമോ? മാഷി ചോദിച്ചു. ശ്രീനിവാസൻ ഇന്നു മുഴുവൻ വരുണിന്റെ കൊലപാതകി ആരാണെന്ന് കണ്ടെത്തുന്നതിനെ പറ്റിയാണ് സംസാരിച്ചത്, വിശ്വം പറഞ്ഞു. അതെ, അത് കണ്ടെത്തുന്നതുവരെ വിക്രത്തെ ആരും കണ്ടെത്താതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും അയാൾക്കുണ്ടല്ലോ. അയാളത് പുറത്തു പറയാത്തത് വിക്രമിന്റെ രക്ഷയെ കരുതിയാണെങ്കിലോ? സത്യങ്ങൾ പുറത്തു വരുന്നതുവരെ അവൻ പുറത്തു വരാതെ സൂക്ഷിക്കുന്നതായിരിക്കും അയാളുടെ ഉദ്ദേശം. അവൻ ഏറ്റവും സുരക്ഷിതമായൊരു സ്ഥലത്താണെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. നമ്മുടെ മകനൊന്നും സംഭവിക്കില്ല, മാഷ് ശ്രീജയോട് കമലയെ മുറിയിൽ കൊണ്ടേ കിടത്താൻ പറഞ്ഞു. അപ്പോഴേക്കും മാഷിനൊരു കോള് വന്നു. അത് SI സാബു ആയിരുന്നു. സാബു മാഷിനോട് ചോദിച്ചു, തന്റെ മറ്റു 2 മക്കളും അവിടെയുണ്ടോ, അതോ അവർ രണ്ടുപേരും ഒളിവിൽ പോയോ? അവരെന്തിനാ ഒളിവിൽ പോയിരുന്നേ? അതിന് അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, മാഷ് ചോദിച്ചു. എന്നാ അവരെ രണ്ടുപേരെയും കൂട്ടി താൻ നാളെ രാവിലെ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. കുറച്ചു കാര്യങ്ങൾ ചോദിച്ചറിയാനാടോ. താൻ വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. വീട്ടിൽ പെണ്ണുങ്ങളൊക്കെ ഉള്ളതല്ലേ, നമ്മളെന്തിനാ അവരെ വിഷമിപ്പിക്കുന്നേ? എന്നാ നമുക്ക് നാളെ കാണാം, സാബു പറഞ്ഞു. എന്താ അച്ഛാ? വിശ്വം ചോദിച്ചു. നാളെ നമ്മൾ 3 പേരും കൂടി സ്റ്റേഷനിലേക്ക് ചെല്ലണമെന്ന്. അച്ഛാ, വിക്രം ശ്രീനിസാറിന്റെ കസ്റ്റഡിയിലുണ്ടാകുമെന്ന് അച്ഛൻ പറഞ്ഞത് ശരിയായിരിക്കുമോ? ശ്രീജ ചോദിച്ചു. എന്റെ ഉറപ്പിനേക്കാൾ ഇപ്പോൾ എനിക്ക് പ്രധാനം കമലയുടെ മനസ്സാണ്. ആ മനസ്സിന് ശക്തി കിട്ടാൻ അങ്ങനെ ഒരു വിശ്വാസം മതിയെങ്കിൽ അത് കള്ളമാണെങ്കിലും ഞാൻ അങ്ങനെ പറയൂ, മാഷ് പറഞ്ഞു. നന്ദിനി വിനായകനോട് ചോദിച്ചു. അപ്പോ അങ്ങനെ ഒരു ഉറപ്പൊന്നുമില്ലല്ലേ? പറയുന്ന കേട്ടപ്പോ ഞാൻ കരുതി ശ്രീനിസാറിന്റെ തട്ടുംപുറത്തവൻ ഉണ്ടുമുറങ്ങി കിടക്കാന്ന്. ശ്രീജ വിശ്വത്തിനോട് പറഞ്ഞു. ഞാനൊന്ന് സമാധാനിച്ചതാ. അമ്മയെ ബോധ്യപ്പെടുത്താനുള്ള കള്ളമാണതെന്ന് ഇപ്പോഴാ മനസ്സിലായത്. ഇത് കേട്ട് വിശ്വം പറഞ്ഞു. മുമ്പൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കേസുണ്ടായി മാറി നിൽക്കേണ്ടി വന്നാൽ ആരുടെയെങ്കിലും മൊബൈലിൽ നിന്ന് അവൻ ശ്രീനിസാറിനെ വിളിക്കാറുണ്ടായിരുന്നത്രേ. ഇപ്പോഴത്തെ അവസ്ഥയിൽ മൊബൈൽ ഓൺ ചെയ്യുന്നത് അപകടമാണെന്ന് അവന് തോന്നിയിരിക്കും. ഇത് കേട്ട് ശ്രീജ പറഞ്ഞു. വേദ വന്നപ്പോഴാ എനിക്ക് ശരിക്കും ഒരു അനിയത്തിയെ കിട്ടിയതുപോലെ തോന്നിയത്. സ്വന്തം കാലിൽ അധ്വാനിച്ച് ജീവിക്കുന്നതിന്റെ സുഖം എന്താണെന്ന്
ഞാൻ അറിഞ്ഞത് അവള് കാരണാ. നിന്റെ കാര്യത്തിൽ മാത്രമല്ല ശ്രീജെ, ഈ വീട്ടിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടാ അവള് പോയത്. അച്ഛനും വിക്രവും ഇങ്ങനെയൊക്കെ ആകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടോ? വിശ്വം ചോദിച്ചു. അവനെവിടെയാണെന്ന് ചിലപ്പോൾ വേദയ്ക്കറിയാമെങ്കിലോ? എല്ലാം കെട്ടടങ്ങുന്നതുവരെ വേദയോട് പറഞ്ഞിട്ടാണവൻ മാറി നിൽക്കുന്നതെങ്കിലോ? ശ്രീജ ചോദിച്ചു. വേദയ്ക്ക് ഇഷിതയുടെ കോള് വന്നു. ഇതേത് നമ്പർ? വേദ ചോദിച്ചു. ഇങ്ങനൊരു നമ്പർ കൂടിയുണ്ട്, ഇഷിത പറഞ്ഞു. എന്താ പ്രത്യേകിച്ച്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വിക്രമിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വേദ ചോദിച്ചു. ഏയ്, ആരോഗ്യപരമായ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മനസ്സിന്റെ വേദന മാറ്റാൻ മരുന്നിനാകില്ലല്ലോ? ഇഷിത ചോദിച്ചു. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? വേദയുടെ ചോദ്യം കേട്ട് ഇഷിത പറഞ്ഞു. പറയാനുള്ളത് എനിക്കല്ലെന്നേ. ഇഷിത ഫോൺ വിക്രമിന് കൊടുത്തു. വേദ ലൈനിലുണ്ട്. പിന്നെ ഈ ഫോൺ കയ്യിൽ തന്നെ വെച്ചോ, ഇവിടുന്ന് പോകുന്നത് വരെ. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കണ്ടല്ലോ, ഇഷിത വിക്രമിനോട് പറഞ്ഞു. അങ്ങനെ വിക്രവും വേദയും പഴയതുപോലെ പരസ്പരം സ്നേഹത്തോടെ നേരം വെളുക്കുവോളം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളത്തെ എപ്പിസോഡിൽ സ്റ്റേഷനിലെത്തിയ മാഷിനോടും വിനായകനോടും വിശ്വത്തിനോടുമായി SI സാബു പറയുകയാണ്, വിക്രമിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചത് നിങ്ങളച്ഛനും ചേട്ടന്മാരും കൂടിയാണ്. ഇതുകൂടാതെ വിക്രം ഒരു ദുസ്വപ്നം കണ്ട് ഞെട്ടിയുണരുന്നതും വേദയോട് ആ സ്വപ്നത്തെക്കുറിച്ച് ഫോൺ ചെയ്ത് പറയുന്നതും കാണാം. അപ്പോൾ നാളത്തെ എപ്പിസോഡ് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും ബായ്.